ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മൾ പയ്യാരയില്ലാത്ത ബീഫ് വരട്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഭയങ്കര ഈസിയാന്നേ, മസ്റ്റ് ട്രൈ. അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടെ, ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് ഞാൻ ഉണ്ടല്ലോ ഇവിടെ 1/2 കിലോ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ടേ. പിന്നെ ഉണ്ടല്ലോ ബീഫിന് ടേസ്റ്റ് കൂട്ടുന്ന സാധനം ചെറിയ ഉള്ളി, അതിവിടെ ഞാൻ 20 എണ്ണം 20ഓ 25ഓ എടുത്തു കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക. 5 പച്ചമുളകും ആവശ്യത്തിനുള്ള കറിവേപ്പിലും എല്ലാം ഞാൻ അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കീറിയിട്ടില്ല കേട്ടോ. ഇനിയുണ്ടല്ലോ ഈ കുക്കറിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ ബീഫ് മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിലിട്ട് ഫസ്റ്റ് ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 7 വിസിൽ ലോ ഫ്ലെയിമിൽ വരുത്തിക്കുക. കാരണം ബീഫിന് കുറച്ച് വേവ് ഉണ്ടാവും. 7 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഇതാ തുറന്നു നോക്കുന്നുണ്ട്. ബീഫെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ട ഇതുപോലത്തെ ഒരു ഇരുമ്പിന്റെ ചട്ടിയാന്ന്. നമുക്ക് ബീഫെല്ലാം ഉണ്ടാക്കിയ വരട്ടാനുണ്ടല്ലോ, ഇതുപോലത്തെ ചട്ടിയാന്ന് അടിപൊളി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. എല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു വലിയ ഉള്ളി നേർങ്ങനെ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഉള്ളി ഏകദേശം കുറച്ച് വഴറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ടല്ലോ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി നല്ലോണം യോജിപ്പിച്ച് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ, ഇതൊരു എളുപ്പമുള്ള ബീഫ് വരട്ടാന്ന്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഉള്ളിയും തക്കാളിയും നല്ലോണം വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച് ബീഫ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ കുക്കറിൽ ബീഫ് വേവിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് മസാലപ്പൊടികളൊന്നും ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. വെറും ഗരം മസാലയും എന്താ പറയുക കുരുമുളകും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇതാ വറ്റി വന്നിട്ട് നമ്മളെ ബീഫ്. ഇനി ബീഫിലേക്കില്ലേ ഞാൻ ഇവിടെ കുറച്ച് നല്ലോണം തന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഈസിയല്ലേ ഉണ്ടാക്കാനേ. അടിപൊളി ടേസ്റ്റുള്ള ബീഫ് വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണേ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.